നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, കുടിക്കുന്ന പാനീയങ്ങളുണ്ടല്ലോ, അത് ഹറാമാണോ ഹലാലാണോ എന്നതിൽ ഗൗനിക്കാതെ നമ്മൾ നിർവഹിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എഫക്റ്റ് നമ്മുടെ വർത്തമാനങ്ങളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു തരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആലോചിച്ചു നോക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. പഴയ കാലത്തുള്ള ഉമ്മമാർ, പഴയ കാലത്തുള്ള പെങ്ങന്മാർ പറഞ്ഞിരുന്നൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയോ? മഹാനായ ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുടെ ഗ്രന്ഥത്തിൽ പറയുകയാണ് കാനത്ത് ആദത്തിൻ നിസാ മുൻകാലക്കാരായിരിക്കുന്ന ഉമ്മമാരുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു, പതിവിൽപ്പെട്ടതായിരുന്നു. അവിടെ ഭർത്താക്കന്മാര് ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങിയാൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവര് പറയുമായിരുന്നു, തഖൂലു ലഹു ഇംറഅതുഹു ഔ ഇബ്നതുഹു, അവിടെ മക്കളോ പെൺമക്കളോ ഭാര്യമാരോ പറയുമായിരുന്നു, ഇയ്യാക വകസ്ബുൽ ഹറാം, ഹറാമായ ജോലിയെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നാ നസ്ബിറു അലൽ ജൂഇ വന്നുരി, വിശപ്പും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ സഹിക്കാം, പക്ഷേ വലാ നസ്ബിറു അലൻ നാർ, ഞങ്ങൾ തീനെ തൊട്ട് നരകത്തെ തൊട്ട് ശമിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. വിശപ്പ് ഞങ്ങൾ സഹിച്ചുകൊള്ളാം, പക്ഷേ ഞങ്ങൾക്ക് നരകം സഹിക്കാൻ കഴിയില്ല എന്ന് ഭർത്താക്കന്മാരോടോ ഉപ്പമാരോടോ പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം മാറി ഹറാമാണോ ഹലാലാണോ കൊണ്ടുവരുന്നത് എന്ന ഗൗരവം പോലുമില്ലാതെ എല്ലാം ധരിക്കാനും കുടിക്കാനും കഴിക്കാനും നമ്മൾ അവസരം കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ.